സോ നമുക്ക് നോക്കി നോക്കാം. നേരത്തെ കുറെ പോയിന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി തരാൻ പോകുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ തരുന്നു, എൽ എന്ന് പറയുന്ന ഒരു ലൈൻ. ശ്രദ്ധിക്കാം, എൽ എന്ന് പറയുന്ന ഒരു ലൈൻ, ആ ലൈനിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ മാത്രമാണ് നമുക്ക് തരും. ആ ലെങ്ത് പി ആണെന്ന്. ഓക്കെ, ആ ലെങ്ത് പി ആണെന്ന് പറയും. എന്നിട്ട് എന്താ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈന്, ആ പെർപെൻഡിക്കുലർ ലൈന് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഒമേഗയാണ്. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഒമേഗയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് തരുക. ഒന്ന്, ലെങ്ത് ഓഫ് ദിസ് പെർപെൻഡിക്കുലർ അഥവാ നോർമൽ ഫ്രം ദ ഒറിജിൻ ടു ദ ലൈനും, പിന്നെ ആംഗിൾ വിച്ച് നോർമൽ മേക്സ് വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദിസ് എക്സ് ആക്സിസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തരുക. രണ്ട് കാര്യങ്ങളാണ് തരിക. ഒന്ന് ഒമേഗ ആംഗിൾ, ദാറ്റ്സ് ആംഗിൾ ദാറ്റ് മെയ്ഡ് ബൈ ദസ് പെർപെൻഡിക്കുലറും ഈ പറഞ്ഞ ഒമേഗ ദാറ്റ്സ് ആംഗിൾ. ഈ ഒമേഗ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, ഈ ഒരു പെർപെൻഡിക്കുലർ ഈ ഒരു ലൈൻ എൽ എന്ന് പറയുന്ന ആ ഒരു ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും തരും, അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ലെങ്ത്തും തരും. ഓക്കെ, എന്നിട്ട് ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാക്കും. We have to create the equation of line. Equation of line ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മേജർ ഉദ്ദേശം. Our ultimate motto is to create this equation of this line. At the same time, we need to know how to find this equation by using this perpendicular length and omega. Omega is the angle that created by the perpendicular from origin to the line L. Okay, clear ആണോ? ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഹലോ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ്. എൽ എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒ എ എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. സ്ലോപ്പ് ഓഫ് ലൈൻ എൽ ഈക്വൽ ടു 1 / സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പ് ഓഫ് OA. OA is the line which is perpendicular from origin to A. So that means M1 into M2 is equal to -1. Slope of L and slope of this will be equal to -1 because both are perpendicular. ഇത് പറഞ്ഞ ലൈൻ ക്ലിയർ ആണോ? ഓക്കെ ആണോ? So the angle made by the perpendicular is tan omega. So slope of line L എന്ന് പറയുന്നത് എന്തായിരിക്കും? -1/tan omega. Which will be equal to minus of 1/cos sin omega by cos omega. Sin omega by cos omega. Clear ആണോ? So slope of this line is nothing but minus cos omega sin omega. Clear ആണോ? അതെ സർ. So note it. ഇനിയാണ് നോട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ ഈ പോയിന്റ് ഏതാണ്? എന്ന് പറയുന്ന പോയിന്റ് this is omega, this is tan omega. Then നമുക്ക് അറിയാം this is the point is P cos omega, P sin omega. That's a point. അതാണ് ആ പോയിന്റ്. അതെങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയണം. എങ്ങനെയാ? ഈ പറഞ്ഞ OM എന്ന് പറയുന്ന ലെങ്ത് ആണ് P cos omega. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ cos omega is equal to what? Cos omega is nothing but OM divided by adjacent side divided by hypotenuse. So OM is equal to P cos omega. So that's a distance, P cos omega. Okay. Similarly, sin omega is nothing but opposite side divided by adjacent. So opposite side. So P sin omega is equal to AM. So that distance, ആ ഡിസ്റ്റൻസ് ആണ് A എന്ന് പറഞ്ഞ പോയിന്റിൽ മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസും. ക്ലിയർ ആണോ?
ഓക്കെ. sir. ഇഫ് യു നോ, രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് അറിയാം. എന്താണ് സ്ലോപ്പ്? സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ എൽ എന്ന് പറയുന്നത് മൈനസ് കോസൊമേഗ സൈനൊമേഗയാണ്. മൈനസ് കോസൊമേഗ സൈനൊമേഗയാണ്. ഇതറിയാം. ഓക്കെ. അറ്റ് ദ സെയിം ടൈം സ്ലോപ്പ് എന്താണെന്ന് അറിയാം. ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അറിയാം. ലൈൻ പാസ് ചെയ്യുന്ന ആ ഒരു പോയിന്റും നമുക്കറിയാം. അപ്പൊ എന്തൊക്കെ അറിയാം? ലൈൻ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് അറിയാം, സ്ലോപ്പും അറിയാം. രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? എന്താണ് ലൈനിന്റെ ഇക്വേഷൻ? വാട്ട്സ് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ? എന്തായിരിക്കും? y മൈനസ്, നമുക്കൊരു y എന്ന് പറയുന്ന പോയിന്റിലൂടെ കൂടി ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് വിത്ത് സ്ലോപ്പ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് നത്തിങ് ബട്ട് y മൈനസ് y0 ഡിവൈഡഡ് ബൈ x മൈനസ് x0. ദാറ്റ്സ് ഈക്വൽ ടു സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് കോസൊമേഗ സൈൻ ഒമേഗ. സോ അതാണ് ഇവിടുത്തെ സ്ലോപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? y മൈനസ് y0 ഈസ് ഈക്വൽ ടു മൈനസ് കോസൊമേഗ സൈൻ ഒമേഗ ഇൻറ്റു എക്സ് മൈനസ് x0. ഇവിടെ നമുക്കറിയാം ആ x0 y0 എന്ന് പറയുന്നത് എന്താണ്? x0 y0 എന്ന് പറയുന്നത് എന്താണ്? x0 and y0 ആർ ദ പോയിന്റ്സ്. ഏത് പോയിന്റ്സിലൂടെയാണ് കടന്നു പോകുന്നത്? ഒന്ന് പി കോസ് ഒമേഗയും പിന്നെ ഒന്ന് പി സൈൻ ഒമേഗയും. അത് നമ്മൾ അവിടെ കൊടുക്കും. y മൈനസ് y0ന്റെ അവിടെ പി സൈൻ ഒമേഗയും അതേപോലെ തന്നെ മൈനസ് കോസ് ഒമേഗ സൈൻ ഒമേഗ ഇസ് സ്ലോപ്പ്. അതാണ് സ്ലോപ്പ്. which will be into x minus x0 is nothing but p cos omega. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഇൻറ്റു ചെയ്യാം സൈൻ ഒമേഗ രണ്ട് സൈഡ്. അപ്പോൾ y ഇൻറ്റു സൈൻ ഒമേഗ മൈനസ് പി സൈൻ സ്ക്വയർ ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് കോസ് ഒമേഗ. ഓക്കെ. രണ്ട് സൈഡും സൈൻ ഒമേഗ വെച്ചിട്ടാണ് ഇൻറ്റു ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എക്സ് ഇൻറ്റു കോസ് ഒമേഗ മൈനസ് വാട്ട് പി കോസ് സ്ക്വയർ ഒമേഗ. ഇനി എന്ത് ചെയ്യാം? പി സൈൻ സ്ക്വയർ ഒമേഗ പി കോസ് സ്ക്വയർ ഒമേഗ ഉണ്ട് ഇവിടെ. ഓക്കെ. അത് നെഗറ്റീവ് ഉണ്ട് കേട്ടോ. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ പി കോസ് സ്ക്വയർ ഒമേഗന്റെ സൈഡിലോട്ട് പി സൈൻ സ്ക്വയർ ഒമേഗനെ കൊണ്ടുവരാം. അതേപോലെ വൈ സൈൻ ഒമേഗ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എക്സ് കോസ് ഒമേഗനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇത് എങ്ങനെയാവും? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് sin square omega. Sin square omega plus cos square omega is nothing but 1. So its equation become x cos omega plus y sin omega. Clear or no? Clear? Yes, sir. That's it. ഇതാണ് സംഭവം. വൃത്തിക്ക് നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കാം. സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്. മൈനസ്, അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എം ആണ്, അത് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് നമ്മൾ y മൈനസ് y0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് x0 ഈക്വൽ ടു സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ സൈൻ ഒമേഗ. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് മൈനസ് 1 ബൈ ടാൻ ഒമേഗ. അപ്പൊ ആ ഒരൊറ്റ ഫോർമുലയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് y0യും x0യും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്ത്? പി സൈൻ ഒമേഗയും പി കോസ് ഒമേഗയും. അതവിടെ കൊടുക്കും. ഈ ഇക്വേഷനിൽ പി ഈ x0 y0ന്റെ അടുത്ത് എന്ത് കൊടുക്കാം? പി സൈൻ ഒമേഗയും പി കോസ് ഒമേഗയും കൊടുക്കാം. y0ന്റെ അവിടെയും x0. അപ്പൊ നമുക്ക് അങ്ങ് ഇക്വേഷൻ കിട്ടും.
സോൾവ് ചെയ്തെടുക്കുക. ഫൈനലി നമുക്കിതാ ഈ പറഞ്ഞ ഇക്വേഷൻ. ഇതാണ് നോർമൽ ഫോം. ദിസ് ഈസ് സെഡ് ടു ബി നോൺ ആസ് നോർമൽ ഫോം. ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എഴുതിയെടുത്ത് മനസ്സിലാക്കി ഓക്കെ എന്ന് തോന്നിയാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ചോദ്യങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. സോ യു നീഡ് ടു അവെയർ -1 tan ഒമേഗ അങ്ങനെ പറയാം. അതായത് മൈനസ് ശ്രദ്ധിക്കാം, ഞാൻ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ലൈൻ ഉണ്ട് പി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ വരയ്ക്കാം, ഒന്നുകൂടി വരയ്ക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിക്കും. ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ച് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ പോകും. അപ്പം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ ലൈൻ പി എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ലൈൻ ഒമേഗ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. പി പറയുന്ന ലൈനും അതേപോലെ തന്നെ പി എന്ന് പറയുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഒ എ. ഓ പറഞ്ഞോ. എപ്പോഴും തീറ്റയല്ലേ ഉപയോഗിക്കുക, ഒമേഗ എന്തിനാണ്? അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ വാല്യൂ കൊടുത്തതാണ്. നാളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ അതെന്താ സാറേ ഒമേഗ യൂസ് ചെയ്ത് ചോദിക്കരുതല്ലോ. തീറ്റ ഇവിടെ തീറ്റയാണ് ഒമേഗ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടത്തെ തീറ്റയും ഒമേഗ ഒക്കെ ഈക്വൽ ആണ്. നമുക്ക് തീറ്റ കൊടുക്കും, ഒമേഗ കൊടുക്കും, ചിലപ്പോൾ ആൽഫ കൊടുക്കും, ചിലപ്പോൾ ബീറ്റ കൊടുക്കും, ചിലപ്പോൾ നമ്മള് എന്താ പറയാ എന്തെങ്കിലും ഒക്കെ കൊടുക്കും. ഓക്കെ, അതൊന്നും വിഷയമാകാം. അപ്പൊ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഒമേഗയാണ്, അത്രേ ഉള്ളൂ. ടാൻ ഒമേഗ എന്ന് പറയുന്നത് അതാണ് സ്ലോപ്പ്. ഏതിന്റെ സ്ലോപ്പ്? ഒ എ എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ്. ഓക്കെ, ഒ എ എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ്. അപ്പൊ എൽ എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? അത് തമ്മിലുള്ള ബന്ധം എന്താണ്? സ്ലോപ്പ് ഓഫ് എൽ എന്ന് പറയുന്ന ലൈനും ഇൻറ്റു സ്ലോപ്പ് ഓഫ് ഒ എ എന്ന് പറയുന്ന ലൈനും തമ്മിൽ ഇൻറ്റു ചെയ്താൽ -1 കിട്ടും. അപ്പൊ ഞാനിവിടെ ടാൻ ഒമേഗയാണ് സ്ലോപ്പ് ഒ എ എന്ന് പറയുന്ന ലൈനിന്റെ എന്നാണ് സ്ലോപ്പ്. ടാൻ ഒമേഗ എന്ന് പറയുന്നത് ഒ എ എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പാണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് എൽ എന്താണ്? -1 സ്ലോപ്പ് ഓഫ് ഒ എ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ഒ എ ആണ് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ടാൻ ഒമേഗ. ടാൻ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഒമേഗ ഈസ് നത്തിങ് ബട്ട് സൈൻ ഒമേഗ ബൈ കോസ് ഒമേഗ. അപ്പൊ സൈൻ ഒമേഗ ബൈ കോസ് ഒമേഗ പറയുമ്പോൾ മുകളിലേക്ക് കോസ് ഒമേഗ വരും, താഴെ സൈൻ ഒമേഗ വരും. അങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് എൽ എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് -cos ഒമേഗ സൈൻ ഒമേഗ. അപ്പൊ നമുക്ക് ആകെ അറിയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു സ്ലോപ്പും അറിയാം, ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം. ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? y - y0 divided by x - x0 is equal to, that's a slope, that's equal to tan omega, that's equal to -cos omega divided by, sorry, not tan omega, -1 by tan omega, which will be -cos omega sin. ഇനി നമ്മൾ y0ന്റെ അടുത്ത് ആ കട്ട് ചെയ്ത് പോകുന്ന ആ പോയിന്റ് ഏതാണോ അത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പി ഏതാണ് പോയിന്റ്? പി കോസ് ഒമേഗ, പി സൈൻ ഒമേഗ കൊടുക്കുക. പി വൈന്റെ അവിടെ സൈൻ ഒമേഗ, എക്സിന്റെ അടുത്ത് കോസ് ഒമേഗ കൊടുക്കും. ഈക്വൽ ടു -cos ഒമേഗ സൈൻ ഒമേഗ. ഇനി ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈനിന്റെ ഇക്വേഷൻ. ഈ കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയായിരിക്കും? x cos ഒമേഗ പ്ലസ് y sin ഒമേഗ ഇസ് ഈക്വൽ ടു p.
cos omega plus y sin omega square. This is the general equation of this line. നമുക്ക് ചിലപ്പോൾ ഇതൊന്നും പ്രൂവ് ചെയ്യേണ്ടി വരില്ല, നമുക്കിത് പഠിക്കേണ്ടി വരും. ഇതാണ് നോർമൽ ഫോം. അതായത് നമുക്ക് നമ്മുടെ ചോദ്യത്തിനകത്ത് എങ്ങാനും ഒരു ലൈൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലറും പിന്നെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒറിജിനിൽ നിന്നും ഈ ഇത്ര ലെങ്ത്തിൽ ഒരു സാധനം വരച്ചിട്ടുണ്ട്, പി ലെങ്ത്തിൽ ഒരു സാധനം ഈ എൽ എന്ന് പറയുന്ന ലൈനിലേക്ക് കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇന്നതാണ്, എ എന്ന് പറയുന്ന പോയിന്റ് ഇന്നതാണ്. അങ്ങനെ തരികയാണെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒമേഗയാണ് എന്നൊക്കെ തരികയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല, ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിനകത്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ റെഡിയായി ഔട്ട് വരും. നമുക്ക് ആ ആംഗിൾ അറിയാം, ലെങ്തും അറിയാമെങ്കിൽ ഇക്വേഷനകത്ത് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി അതായത് സിമ്പിൾ ആണ്, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പൊക്കെ എങ്ങനത്തെ പഠിച്ചു, നമ്മൾ പല ലൈനിനെ കുറിച്ച് പഠിച്ചു. അതായത് ചിലപ്പോ ഇങ്ങനെ പോകുമ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാം അങ്ങനെ ജനറൽ ആയിട്ട് അല്ല ഡിഫറെന്റ് ആയി പഠിച്ചു വെക്കണ്ട. ഒറ്റ കാര്യം, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. സ്ലോപ്പ് ഈസ് നത്തിങ് ബട്ട് y മൈനസ് y0 ഡിവൈഡ് ബൈ x മൈനസ് x. ഇതാണ് സ്ലോപ്പ്. ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. സ്ലോപ്പ് ചോദ്യത്തിൽ തരൂ, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാം. രണ്ട് പോയിന്റ്സ് അറിയണമെങ്കിൽ മാത്രമേ സ്ലോപ്പ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൊടുക്കണം y മൈനസ് y0 ഡിവൈഡഡ് ബൈ x മൈനസ് x0 കൊടുക്കണം. ഈ പറഞ്ഞ x0യും y0യും ലൈൻ പാസ് ചെയ്ത് പോകുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, x0യും y0യും ലൈൻ പാസിംഗ് പോയിന്റ്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമ്മൾ എടുക്കുന്ന പോയിന്റ്സ് ആണ് എക്സും വൈ. വിനായകൻ മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഒറ്റ കാര്യം പഠിക്കുന്നുണ്ട്, സ്ലോപ്പ്. ഇനി ഞാൻ അതാണ് പറയാൻ കാരണം, ഇപ്പൊ ഈ ചോദ്യം മാറി ഇങ്ങനെ വന്നു. ഈ രണ്ട് പോയിന്റ്സ് മാത്രമേ തന്നുള്ളൂ, 0,b a,0. സ്ലോപ്പ് അറിയോ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y മൈനസ് y0 ഡിവൈഡ് ബൈ x മൈനസ് x0. ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇവിടെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ്സ് അറിയാമെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. b മൈനസ് 0 ഡിവൈഡഡ് ബൈ 0 മൈനസ് a ഈസ് ഈക്വൽ ടു, അതാണ് സ്ലോപ്പ്. രണ്ട് പോയിന്റ്സ് അറിയാം, y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. ഇറ്റ്സ് നത്തിങ് ബട്ട് y മൈനസ് a ഡിവൈഡ് ബൈ x മൈനസ് 0 കൊടുത്തു. ഓക്കെ, ഈ ഒരു പോയിന്റ് XY എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് നമ്മൾ എടുത്തു, പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ മൈനസ് b ബൈ a is equal to y മൈനസ് a ഡിവൈഡ് ബൈ x. ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്ത് ഫൈനലി എത്തുന്ന സമയത്ത് മൈനസ് ബി എക്സ് ഈക്വൽ ടു ay ഈക്വൽ ടു മൈനസ് a സ്ക്വയർ, സോറി മൈനസ് a സ്ക്വയർ. ഇനി ay പ്ലസ് ബി എക്സ് ഈക്വൽ ടു a സ്ക്വയർ. a സ്ക്വയറിന് മാത്രം ഇങ്ങോട്ടേക്ക് എടുത്തു. ഇനി രണ്ട് സൈഡും a സ്ക്വയർ വെച്ച് ഡിവിഷൻ നടത്തി. ഓക്കെ, y മൈനസ് സോറി y മൈനസ് 0 ഉണ്ട് അവിടെ, x മൈനസ് a ആണ്. അങ്ങനെയാണ് x മൈനസ് a, y മൈനസ് 0. അപ്പൊ ഇവിടെ ഇങ്ങനെയല്ല ഇക്വേഷൻ വരിക. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? മൈനസ് ബി എക്സ് മൈനസ് ബി എ പ്ലസ് ബി എ ഈക്വൽ ടു എ വൈ എന്നാണ്.
ഇപ്പൊ എ ബി മാത്രം ഒരു സൈഡിൽ അഥവാ ബി എ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് എ വൈ ബി എക്സ് ആ സൈഡിൽ. ഇനി എല്ലാ സൈഡും എ ബി വെച്ച് ഡിവിഷൻ നടത്തും അല്ലെങ്കിൽ ബി എ വെച്ച് ഡിവിഷൻ നടത്തും. അപ്പൊ ഇവിടെയൊക്കെ 1 ആയി. ഇവിടെ എ പോവും ബി മാത്രം, അവിടെ ബി പോവും എ മാത്രം. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാ ചോദ്യവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. എല്ലാ ചോദ്യവും സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y മൈനസ് y0 ഡിവൈഡ് ബൈ x. നമ്മൾ റെഡിമെയ്ഡ് ഫോമിൽ എന്തിനാ ഉണ്ടാക്കി വെക്കുന്നത്? ഇതുപോലത്തെ റെഡിമെയ്ഡ് ഫോമിൽ എന്തിനാ ഉണ്ടാക്കി വെക്കുന്നത്? ചോദ്യം വരികയാണ്, ഇങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, ഈ 2 പോയിന്റ്സും തരികയാണ്. അപ്പൊ നമ്മൾ അധികം ഒന്നും കഷ്ടപ്പെടണം. ഈ പോയിന്റ് 0,2ഉം ഈ പോയിന്റ് 4,0 നമ്മൾ ഒന്നും കഷ്ടപ്പെടണ്ട. ജസ്റ്റ് എക്സിന്റെ താഴത്ത് എയുടെ വാല്യൂ കൊടുക്കുക, 4 എന്ന് കൊടുക്കുക, വൈന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, ഈക്വൽ ടു 1 എന്ന് കഴിഞ്ഞു. ഇത്രയും. ഇനി ഒരു പോയിന്റ് മാത്രമേ തരുന്നുള്ളൂ, ഈ പോയിന്റ് മാത്രമേ തരുന്നു, വൈ ഇന്റർസെപ്റ്റ് മാത്രമേ തരുന്നു, 0, ബി മാത്രമേ തരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. സ്ലോപ്പ് തരണം, ചോദ്യത്തിനകത്ത് സ്ലോപ്പ് തരണം. എന്നാലാണ് നമുക്ക് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y മൈനസ് y0 ഡിവൈഡ് ബൈ x മൈനസ് x0 കൊടുക്കാം. സ്ലോപ്പ് ചോദ്യത്തിൽ തരണം. ഓക്കെ, സ്ലോപ്പ് m ആണെന്നുള്ളത് ചോദ്യത്തിൽ തരണം. അപ്പോഴാണ് നമ്മൾ y മൈനസ് m ആണ് ആ സ്ലോപ്പ് തരും, y മൈനസ് y0. y0 is nothing but b, x0 is 0. So y minus b is equal to mx. Y equal to mx plus b. Equation ready. ഇനി ചിലപ്പോൾ ഈ ചോദ്യം മാറിയിട്ട് ഇങ്ങനെ ആയിരിക്കും. ഈ ഇന്റർസെപ്റ്റ് മാത്രം തരും, a,0 മാത്രം. അപ്പോഴും നമ്മൾ മാറ്റമൊന്നുമില്ല. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y മൈനസ് y0 ഡിവൈഡഡ് ബൈ x മൈനസ് x. ഇക്വേഷൻ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നില്ല. അതിന്റെ ആ സ്ലോപ്പ് എന്താണെന്ന് വെച്ചാൽ അത് m ആണെങ്കിൽ m ഈക്വൽ ടു y മൈനസ് y0 0 ആണ്, x മാത്രം വാല്യൂ. ഓക്കെ, അപ്പം y ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് ഇക്വേഷൻ. ക്ലിയർ ആണോ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ? ചിലപ്പോ ചോദ്യത്തിനകത്ത് ഇങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോ ചോദ്യത്തിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ലൈൻ ഏതെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും, എന്നിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ ലൈൻ ഇന്ന പോയിന്റിലൂടെ ഇന്ന 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ 1,3യിലൂടെയും അതേപോലെ തന്നെ 3,1യിലൂടെയും പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ലോപ്പ് തരില്ല, ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോഴും നമ്മൾ എന്തെന്നെ ചെയ്യുന്നു, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y മൈനസ് y0 ഡിവൈഡ് ബൈ x മൈനസ് x. എന്താണ് x0 y0? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അതാണ് ഞാനിതാ ഈ 2 പോയിന്റ്സിലൂടെ ലൈൻ പാസ് ചെയ്തത്. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ആ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x. അത് ഏത് പോയിന്റ് വേണമെങ്കിൽ എടുക്കാം, ഒരു വിഷയമില്ല. മോളത്തെ പോയിന്റ് x2 ആയി എടുക്കാം, y2 അതായത് ഇത് x2 y2, ഇത് x1 y1 ആയിട്ട് എടുക്കാം, തിരിച്ചു കൊടുക്കാം. നോ ഇഷ്യൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, y2 മൈനസ് y1. ഓക്കെ, സോ 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3. അതാണ് സ്ലോപ്പ്. അത് ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ y1 ആണ് അല്ലെങ്കിൽ x1 ആണ് ഇവിടെ y0 x0 ആയിട്ട് എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു വിഷയമില്ല, അങ്ങനെ തന്നെ കൊടുക്കാം. y മൈനസ് x1 ഇവിടെ 3 ആണ്, സോറി y1 ഇവിടെ 1 ആണ്, x എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. നോ ഇഷ്യൂ. ഓക്കെ, കൊടുത്തു.
ഇവിടെ എക്സ് ആണ് കേട്ടോ, ഇറ്റ്സ് നോട്ട് വൈ, എക്സ്. സോ ആൻസർ ബിക്കം 2 divided by negative 2. It's equal to y minus 1 divided by x minus 3. This will be equal to -1. അഥവാ മുകളിലേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. -1 is equal to y minus 1 divided by x minus 3. So -1 into x minus 3 is equal to y minus 1. -x plus 3 equal to y minus 1. y equal to, എപ്പോഴും y equal to 1 ആണ് നമ്മൾ എഴുതുക. -x അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും, ആ സൈഡിലേക്ക്, ഇപ്പുറത്ത് ഈക്വൽ ടു 0 മാത്രം ആക്കിയിട്ട് എല്ലാം കൂടി ആ സൈഡിലോട്ട് എടുക്കും. y minus 1 plus x minus 3. അപ്പൊ എന്ത് കിട്ടും? y plus x minus 4 equal to 0. This is equation. അല്ലെങ്കിൽ y plus x plus minus 4 equal to 0. സ്വാഭാവികമായിട്ടും നമ്മൾ ഈക്വൽ ടു 0 എപ്പോഴും ഈ സൈഡിലാണ്. ഇങ്ങനെയാണ് ലൈനിന്റെ ഇക്വേഷൻ. ചിലപ്പോ ചോദ്യത്തിനകത്ത് ഡയറക്ട്ലി 2 പോയിന്റ് അല്ല തരും. ചോദ്യത്തിനകത്ത് ചിലപ്പോ ഡയറക്ട്ലി സ്ലോപ്പ് തരും, ഇന്നതാണ് വാല്യൂ എന്നുള്ളത് തരും. സ്ലോപ്പ് ഇവിടെ m ആണെങ്കിൽ തരും. അപ്പൊ ദെൻ നമുക്കൊന്നും ചെയ്യാനില്ല. സ്ലോപ്പ് ഈക്വൽ ടു y minus y0 divided by x minus x0 തന്നെയാണ്. അവിടെ m നമുക്ക് കൊടുത്താൽ മതി. 2 പോയിന്റ്സ് ഇന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ 1, 2 പാസ് ചെയ്യുന്നുണ്ട് പറയും. അപ്പോൾ y ഇവിടെ ആദ്യത്തെ പോയിന്റ് എക്സും രണ്ടാമത്തെ പോയിന്റ് x0 y0 എന്ന് പറയുന്നത് അതാണ്. 2 divided by x minus 1. അപ്പൊ m into x minus 1 equal to y minus 2. അത് സോൾവ് ചെയ്യും. ചിലപ്പോൾ എമ്മിന്റെ വാല്യൂ അവിടെ തരും. എത്രയാണ്? m equal to 2 തരും. അപ്പൊ 2 into x minus 1 equal to y minus 2. ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും സ്റ്റാർട്ടിങ് സെയിം തന്നെയാണ്, അതായത് സ്ലോപ്പ് ഈക്വൽ ടു y minus y0 തന്നെ. അപ്പൊ ചിലപ്പോൾ സ്ലോപ്പ് തരും, 2 പോയിന്റ് തരും. അപ്പൊ ഡയറക്ട്ലി ഇട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കും. ചിലപ്പോൾ 2 പോയിന്റ്സ് ആയിരിക്കും തരും. അപ്പൊ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. y2 minus y1 divided by x2 minus x1 ഇട്ട് കൊടുത്തിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച സ്ലോപ്പ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്തിട്ട് നമ്മുടെ സ്ലോപ്പ് ഈക്വൽ ടു y minus y0 divided by x minus x0 കൊടുക്കുന്നു, കണ്ടുപിടിക്കും. ഇനി ചില സമയത്ത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് തരും, എന്നിട്ട് എക്സ് ഇന്റർസെപ്റ്റ് ആയിരിക്കും. ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് ആണെങ്കിൽ വൈന്റെ ഭാഗം 0 ആയിരിക്കും. വൈന്റെ ഭാഗം 0 ആയിരിക്കും. ഇനി വൈ ഇന്റർസെപ്റ്റ് ആണ് തരുന്നെങ്കിൽ എക്സിന്റെ ഭാഗം 0 ആയിരിക്കും. ഇപ്പൊ ചിലപ്പോ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും മാത്രം തരുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ട്, x by a plus y by b is equal to 1 എന്ന് പറയുന്ന ഇക്വേഷൻ. x by a plus y by b is equal to 1 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി എക്സിന്റെ താഴെ എക്സ് ഇന്റർസെപ്റ്റും വൈന്റെ താഴെ വൈ ഇന്റർസെപ്റ്റും കൊടുത്താൽ. പിന്നെ ചില ചോദ്യം നോർമൽ ഫോം മതി. നോർമൽ ഫോമിന്റെ ഇക്വേഷൻ ഡയറക്ട്ലി പഠിച്ചു വെക്കുക. അതായത് ഈ ലൈനിന്റെ ലെങ്ത്തും ഇവിടെ തന്നിട്ടുള്ള ആംഗിളും മാത്രം തരും. അപ്പോ ഇതാണ് ഇക്വേഷൻ. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഡയറക്ട്ലി പഠിച്ചു വെച്ച ഇക്വേഷനകത്തേക്ക് ആംഗിൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്തുതരാം. ലൈൻ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, which created an angle 60 degree and the distance is 2 meter and this is L. What's equation ചോദിക്കുകയാണെങ്കിൽ x into cos 60 plus y into sin 60 equal to 2. x into sin cos 60 is nothing but 1 by 2. Sin 60 is nothing but root 3 by 2 equal to 2. എല്ലാ സൈഡും 2 കൊണ്ട് അങ്ങ് ഇൻഡു ചെയ്യുക. രണ്ട് സൈഡും എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ബൈ 2. അപ്പൊ 2 ഇവിടെ 2 ഇവിടെ 2. അപ്പൊ എന്ത് കിട്ടും? എല്ലാ 2 ഇവിടെ നിന്ന് പോകും. അപ്പൊ എക്സ് പ്ലസ് റൂട്ട് 3 ഈക്വൽ ടു 4. ഇങ്ങനെയാണ്. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ?
ഞാനിവിടെ ഉണ്ടാ. ആ സാർ ഓക്കെയാണ്. അപ്പൊ ഒരു ഭയങ്കര വലിയൊരു കണക്ഷനാണ് ഈ ചാപ്റ്റർ. അതായത് ഞാൻ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇത് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിയുമ്പോഴേ മനസ്സിലാവും. കാരണം ഇതെന്താ സാധനം അതെന്താ സാധനം ഒരു കൺഫ്യൂഷൻ വരും. അപ്പം എല്ലാം ഒന്ന് തന്നെയാണ്. ബേസിക്കലി എല്ലാം ഒന്ന് തന്നെയാണ്. സ്ലോപ്പ് ഈക്വൽ ടു y മൈനസ് y0 ഡിവൈഡ് ബൈ x മൈനസ് x0. ദാറ്റ്സ് എ ബേസിക് കോൺസെപ്റ്റ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ എപ്പോഴും അറിയണം. ഒന്ന് സ്ലോപ്പ് അറിയണം, രണ്ട് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് അറിയണം. ഇത് നിർബന്ധമാണ്. സ്ലോപ്പ് അറിയണം, ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് അറിയണം. അത് പല രീതിയിലായിരിക്കും, ഒന്നും വിഷയമല്ല. We need to know two things. If you want to find the equation of this line, we need to know two things. If you want to find out this equation of this line, we need to know two things. One is slope, and another thing is 2 points, x0 and y0. That is, x0 and y0 are the points where the line is passing. ഒന്ന് സ്ലോപ്പ് അറിയണം, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി, ആൻഡ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്. ചില സമയങ്ങളിൽ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കും. രണ്ട് പോയിന്റ്സ് അറിയണമെങ്കിൽ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കും. y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 വെച്ച് സ്ലോപ്പ് കണ്ടുപിടിക്കും. ചില കേസസിൽ സ്ലോപ്പ് തരും. But basically, line equation is nothing but slope equal to y minus y0 divided by x minus x0. This is the equation of the line. That's it. x0 and y0 are the points where this line is passing. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന അത്രയും ലോ ലെവലിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണ് ചോദ്യങ്ങൾ മൊത്തം. നിങ്ങൾ ചെയ്യണം. ചോദ്യം കാണുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോ പറഞ്ഞൊക്കെ ഭയങ്കര സിമ്പിളായി ലഘൂകരിച്ച് പറഞ്ഞു. പക്ഷെ ചോദ്യം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഡയറക്റ്റ്ലി കിട്ടാൻ വേണ്ടിയിട്ടല്ല ചോദ്യങ്ങളൊന്നും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള എഫേർട്ടും അവിടെ കൊടുത്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ പകുതി മുക്കാലും ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഭയങ്കര സിമ്പിളാ. ഇങ്ങനെ വായിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ആദ്യം വായിക്കുമ്പോ തന്നെ മനസ്സിലാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ പറയുക, മൊത്തം ഇതിനകത്ത് കുറച്ച് ഫോമുകളുണ്ട്. അതായത് പേജ് നമ്പർ 213 കേട്ടോ, 213 തൊട്ടിട്ട് 213 തൊട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വൃത്തിക്ക് നോക്കണം. അതുപോലെ തന്നെ അതിന് താഴെ ഓരോ എക്സാമ്പിളും ചെയ്യുന്നു, അത് വൃത്തിക്ക് ചെയ്യണം. അതിനുശേഷം എക്സസൈസസ് ചെയ്യും. ഓക്കെ, എക്സസൈസസ് 20 എക്സസൈസ് ഉണ്ട്. 20 ഉണ്ട് എക്സസൈസ്. 20 ചെയ്യാൻ സമയമെടുക്കും. 20 ചെയ്തേ മതിയാവും. 20 സ്വന്തമായി ചെയ്യണമെങ്കിൽ അത് എക്സാമ്പിൾ സ്വന്തമായിട്ട് നോക്കി ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് കടക്കാൻ. സോ ഇതിന്റെ പ്രോസസ് ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. ലെവൽ 3യിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ ലെവൽ 2ലാണ് കിടക്കുന്നത്. ലെവൽ 2 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 20 ക്വസ്റ്റ്യൻസും ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് വരികയാണെങ്കിൽ ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം. ഒറ്റ ക്ലാസ്സേ വേണ്ടു, 20 ക്വസ്റ്റ്യൻസും ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തു തരാം. ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ചെയ്തു തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുക്കുക, ചെയ്യുക. അത്രേ ഉള്ളൂ. എന്നാ ചെയ്തിട്ട് കണ്ടാൽ പോരെ. നിങ്ങളങ്ങ് 20 ചെയ്തിട്ട് വരും, ഞാൻ ഡൗട്ട് നാളത്തെ ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ.
ഓക്കെ സർ. ഇപ്പൊ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ കാണാം. നാളെ നിങ്ങൾ ഇന്ന് സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. എല്ലാ എഫേർട്ടും എടുക്കുക, എല്ലാം പഠിച്ചൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് കിട്ടാത്തുണ്ടാവും. തന്നെയാണ് നാളെ ചെയ്തത്. അപ്പൊ ശരിയെന്ന്. ഓക്കെ, ബൈ സർ.